പനിക്കും രുചിയില്ലായ്മയ്ക്കും ഉത്തമം. കരിങ്ങാലി, ചിറ്റാമൃത്, മുതിര, മുരിങ്ങത്തൊലി. ഉത്തരം ചിറ്റാമൃത്. ആയുർവേദത്തിലെ അറിയപ്പെടുന്ന ജ്വരഹര സസ്യമാണ് ചിറ്റാമൃത്. പനിക്കുള്ള പല ആയുർവേദ മരുന്നുകളിലും ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു. ഇത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിന് ആന്റിവൈറൽ, ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ഉണ്ട്. മൂത്രത്തിൽ ചൂട്, വയറുവേദന, ശരീരം പുകച്ചിൽ എന്നിവയ്ക്ക് ഉത്തമം. കറിവേപ്പില, വേപ്പില, ബ്രഹ്മിനീര്, നെല്ലിക്കാപ്പൊടി. ഉത്തരം നെല്ലിക്കാപ്പൊടി. നെല്ലിക്കാപ്പൊടി ശരീരത്തിലെ ചൂട് കുറയ്ക്കുന്നു, ദഹനശക്തി മെച്ചപ്പെടുത്തുകയും ചെയ്യും. മൂത്രമൊഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പുകച്ചിലിനും പിത്തസംബന്ധമായ രോഗാവസ്ഥകൾക്കും ഇത് ഒരു പ്രതിവിധിയാണ്. ഗോയിറ്ററിന് ഉത്തമം. ഗ്രാമ്പ്, വെളുത്തുള്ളി, കായം, കാഞ്ചനാരം. ഉത്തരം കാഞ്ചനാരം. തൈറോയിഡ് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട് കാണപ്പെടുന്ന ഗോയിറ്റർ രോഗം, കഴുത്തിൽ കാണപ്പെടുന്ന മുഴകൾ, മറ്റു തരത്തിലുള്ള വളർച്ചകൾ എന്നിവയ്ക്ക് പ്രതിവിധിയായി ഉപയോഗിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് കാഞ്ചനാരം. സന്ധിവാതത്തിന് ഉത്തമം. ചിറ്റാമൃത്, ഏലയ്ക്ക, ഗ്രാമ്പു, ജാതിക്ക. ഉത്തരം ചിറ്റാമൃത്. ആന്റി ഇൻഫ്ലമേറ്ററി ഗുണമുള്ള ഒരു സസ്യമാണ് ചിറ്റാമൃത്. ഇത് സന്ധികളിലെ വേദനയും വീക്കവും കുറയ്ക്കുന്നു. കൂടാതെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. ഹൃദയ സംരക്ഷണത്തിനുള്ള ആയുർവേദ മരുന്ന്. കുമ്പളങ്ങ, കൊടുവേലി, നീർമരുത്, ചെറുനാരങ്ങ നീര്. ഉത്തരം നീർമരുത്. നീർമരുത് ഒരു കാർഡിയാക് ടോണിക്കായി പ്രവർത്തിച്ച് ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ ശക്തിപ്പെടുത്തുന്നു. ഗർഭധാരണത്തിനുള്ള ആയുർവേദ മരുന്ന്. ഇരട്ടിമധുരം, ചുവന്നുള്ളി, അമുക്കുരം, കീഴാർനെല്ലി. ഉത്തരം അമുക്കുരം. ഇത് ഗർഭപാത്രം, അണ്ഡാശയം, മസിലുകൾ എന്നിവയെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നു. സ്ട്രെസ് കുറയ്ക്കാനും മനസ്സിനെ ശാന്തമാക്കാനും സഹായിക്കുന്നു. രോഗപ്രതിരോധ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വൈകല്യങ്ങൾ ഇല്ലാതാക്കാൻ സഹായിക്കുകയും അണ്ഡത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. അമിത ആർത്തവ രക്തസ്രാവത്തിനുള്ള പ്രതിവിധി. വേപ്പിൻ കഷായം, കൃഷ്ണതുളസി, അശോകമരത്തിന്റെ പുറന്തൊലി, മുരിങ്ങത്തൊലി. ഉത്തരം അശോകമരത്തിന്റെ പുറന്തൊലി. സ്ത്രീരോഗങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ഔഷധ സസ്യങ്ങളിൽ ഒന്നാണ് അശോകം. അമിതാർത്തവ രക്തസ്രാവം, ആർത്തവ സമയത്ത് വേദന എന്നിവയ്ക്ക് പ്രതിവിധിയാണിത്. ഈ സസ്യത്തിന് രക്തസ്തംഭക ഗുണമുണ്ട്. അശോകം നല്ലൊരു ഗർഭാശയ ടോണിക് കൂടിയാണ്. മൗത്ത് ഫ്രഷ്നറായി പ്രവർത്തിക്കുന്ന സുഗന്ധദ്രവ്യം. കുരുമുളക്, ഗ്രാമ്പ്, ഏലയ്ക്ക, ജീരകം. ഉത്തരം ഗ്രാമ്പു. ഗ്രാമ്പു വായ്ക്ക് സ്വാഭാവിക സുഗന്ധവും ശ്വാസത്തിന് നവോന്മേഷവും നൽകുന്നു. പനി, പുകച്ചിൽ, ദാഹം എന്നിവയ്ക്ക് ഉത്തമം. മല്ലിയില പാനീയം, കരിമ്പിൻ നീര്, കരിക്കിൻ വെള്ളം, വെറ്റില നീര്. ഉത്തരം മല്ലിയില പാനീയം. പനി, പുകച്ചിൽ, ദാഹം എന്നീ അവസ്ഥകളിൽ ഉപയോഗപ്രദമായ പാനീയമാണ് മല്ലിയില പാനീയം. മോണയിലെ മുറിവുണക്കാൻ ഉത്തമം. ചുക്ക്, ഗ്രാമ്പ്, തുളസി, വേപ്പ്. ഉത്തരം വേപ്പ്. വേപ്പ് മുറിവുണക്കുന്ന പ്രകൃതിദത്ത ഔഷധമാണ്. ഇത് മോണയിലെ മുറിവുകളും വായ്വ്രണങ്ങളും വേഗത്തിൽ സുഖപ്പെടുത്തുന്നു. പഴവും കൂടെ വെള്ളവും കഴിക്കുമ്പോൾ ഉണ്ടാകുന്നത് വയറുവേദന, അസിഡിറ്റി, തലവേദന, അലർജി. ഉത്തരം അസിഡിറ്റി. പഴവും വെള്ളവും ഒരുമിച്ച് കഴിക്കുമ്പോൾ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ചില പഴങ്ങളിലെ ഫ്രക്ടോസും വെള്ളവും ചേരുമ്പോൾ ഇത് വയറ്റിൽ അസിഡിറ്റി ഉണ്ടാക്കാം. ഹൃദയാരോഗ്യത്തിന് ഏറ്റവും നല്ല എണ്ണ. ഒലിവെണ്ണ, പാമോയിൽ, എള്ളെണ്ണ, വെളിച്ചെണ്ണ. ഉത്തരം ഒലിവെണ്ണ. ഏറ്റവും ഉയർന്ന ഗുണനിലവാരമുള്ള എണ്ണയാണ് ഒലിവെണ്ണ. ഇതിൽ ധാരാളം മോണോ സാച്ചുറേറ്റഡ് കൊഴുപ്പും പോളിഫെനോളുകളും അടങ്ങിയിരിക്കുന്നു. ഇത് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹൃദയത്തെ സംരക്ഷിക്കാനും സഹായിക്കുന്നു. അകാല വാർദ്ധക്യം തടയാൻ കഴിക്കേണ്ട പഴം. പപ്പായ, ആപ്പിൾ, മുന്തിരി, അവക്കാഡോ.
ഉത്തരം അവക്കാഡോ. അവക്കാഡോയിൽ ഉയർന്ന അളവിലുള്ള മോണോസാച്ചുറേറ്റഡ് കൊഴുപ്പുകൾ അടങ്ങിയിരിക്കുന്നു. ഇത് കോശങ്ങളെ സംരക്ഷിക്കുകയും വീക്കം കുറയ്ക്കുകയും ചർമ്മത്തെയും ശരീരത്തെയും ഊർജ്ജസ്വലമായി നിലനിർത്തുകയും ചെയ്യുന്നു. വയറിലെ കൊഴുപ്പ് കുറയ്ക്കുന്ന പ്രഭാത ഭക്ഷണം: ചായ, പാൽ, ദോശ, ഓട്സ്. ഉത്തരം ഓട്സ്. നാരുകൾ ധാരാളമുള്ള ഓട്സ് വയറ് നിറഞ്ഞ അനുഭവം നൽകുകയും ദഹനത്തെ മെച്ചപ്പെടുത്തുകയും ചെയ്യും. പഞ്ചസാര ചേർത്ത ഓട്സ് ഒഴിവാക്കി രുചിയില്ലാത്ത ഓട്സ് കഴിക്കാൻ ശ്രമിക്കുക. ശരീരത്തെ തണുപ്പിക്കുന്ന സുഗന്ധവ്യഞ്ജനം: ഏലയ്ക്ക, ജീരകം, കറുവപ്പട്ട, കുരുമുളക്. ഉത്തരം ജീരകം. ജീരകം വേനൽക്കാലത്ത് ശരീര താപനില നിയന്ത്രിക്കാനും ദഹനക്കേട്, അസിഡിറ്റി തുടങ്ങിയ ചൂടുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകളിൽ നിന്ന് ആശ്വാസം നൽകുവാനും സഹായിക്കുന്നു. ഇതിലെ അനത്തോൾ വീക്കം കുറയ്ക്കുകയും ശരീരത്തെ തണുപ്പിക്കുകയും ചെയ്യുന്നു. മൂത്രാശയ രോഗങ്ങൾ അകറ്റാൻ സഹായിക്കുന്ന ജ്യൂസ്: ഓറഞ്ച്, പൈനാപ്പിൾ, ക്രാൻബെറി, പപ്പായ. ഉത്തരം ക്രാൻബെറി. മൂത്രാശയത്തിലെ ബാക്ടീരിയകൾ പറ്റിപ്പിടിക്കുന്നത് തടയാൻ സഹായിക്കുന്ന ഒരു പ്രത്യേക ഘടകം ക്രാൻബെറി ജ്യൂസിൽ അടങ്ങിയിട്ടുണ്ട്. ശുദ്ധമായ മധുരം ചേർക്കാത്ത ക്രാൻബെറി ജ്യൂസുകളാണ് തിരഞ്ഞെടുക്കേണ്ടത്. വെറും വയറ്റിൽ ഉലുവവെള്ളം കുടിച്ചാൽ എന്ത് സംഭവിക്കും? ദഹനം എളുപ്പമാകും, വയറുവേദന ഉണ്ടാക്കും, ഉന്മേഷം ലഭിക്കും, പ്രതിരോധശേഷി വർദ്ധിപ്പിക്കും. ഉത്തരം ദഹനം എളുപ്പമാക്കും. വെറും വയറ്റിൽ ഉലുവവെള്ളം കുടിക്കുന്നത് ദഹനത്തെ സഹായിക്കുകയും കൊളസ്ട്രോൾ കുറയ്ക്കുകയും പ്രമേഹം നിയന്ത്രിക്കുകയും ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും. ഇതുകൂടാതെ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഉലുവവെള്ളം സഹായിക്കും. കാഴ്ച സംബന്ധമായ പ്രശ്നങ്ങൾ അകറ്റാൻ ഏറ്റവും നല്ല പച്ചക്കറി: മുളക്, ക്യാരറ്റ്, മല്ലിയില, തക്കാളി. ഉത്തരം ക്യാരറ്റ്. വിറ്റാമിൻ എയുടെ നല്ല ഉറവിടമായ ക്യാരറ്റ് കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ബ്രെയിൻ ട്യൂമറിൻ്റെ പ്രധാന ലക്ഷണം: കാൽനീര്, ശരീരവേദന, തലവേദന, ഛർദി. ഉത്തരം തലവേദന. സാധാരണയായി രാവിലെ ഉണരുമ്പോൾ തീവ്രമായി അനുഭവപ്പെടുകയും കാലക്രമേണ കൂടുതൽ വേദനാജനകമാവുകയും ചെയ്യുന്ന തലവേദന. പ്രഷർ കുക്കറിൽ തയ്യാറാക്കാൻ പാടില്ലാത്ത ഭക്ഷണം: അരി, മട്ടൻ, ബീഫ്, ചിക്കൻ. ഉത്തരം അരി. പ്രഷർ കുക്കറിൽ സാധാരണയായി തയ്യാറാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഒന്നാണ് അരി. എന്നാൽ ഇത് ദോഷകരമാണ്. പ്രഷർ കുക്കറിൽ അരി പാകം ചെയ്യുന്നതിലൂടെ അക്രിലാമൈഡ് എന്ന ഹാനികരമായ രാസവസ്തു സൃഷ്ടിക്കപ്പെടുന്നു. ഇത് നിരവധി ദോഷകരമായ രോഗങ്ങൾക്ക് കാരണമാകുന്നു. കൂടാതെ പ്രഷർ കുക്കറിൽ തയ്യാറാക്കിയ ചോറ് കഴിക്കുന്നത് പെട്ടെന്ന് അമിതവണ്ണത്തിനും കാരണമാകും.